നമ്മുടെ നാട്ടിലെ യുവാക്കളും യുവതികളും കുറെ പഠിക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സബ്ജക്റ്റുകൾ അവരെടുത്തിട്ട് അവരുടെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോയി വെറുതെ പഠിക്കുന്നു. ആ പഠിക്കുന്നതിന് അവർക്കൊരു ഐഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടിന്യൂസ്ലി പഠിക്കുന്നു. അതിനുശേഷം വീണ്ടും PG പഠിക്കുന്നു ചിലർ അതിനുശേഷം PhD എടുക്കുന്നു, ചിലർ അതിനുശേഷം PSC കോച്ചിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ SCSC അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് പോകുന്നു, ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ കഴിവോട് കൂടിയോ എവിടെയെങ്കിലും ഒരു ജോലിയിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലെത്തുന്നു. അതോടുകൂടി അവരുടെ സ്കില്ലും കാര്യങ്ങളും എല്ലാം ഇല്ലാണ്ടായി പോവുകയാണ്. സോ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല, പക്ഷേ ഡിഗ്രി പഠിച്ചേ പറ്റുള്ളൂ. ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, പക്ഷേ ജോലിയിൽ നിന്ന് ഒരു ഉയർച്ച ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സോ അവർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ പഠിക്കാൻ പോകും. അന്നേരം പഠിക്കാൻ പോകുന്ന സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല. ആ ഒരു ടൈമിലാണ് ഇന്റഗ്രേറ്റഡ് ഡിഗ്രീസ് ഇത്രയും ഹൈപ്പിൽ കയറി വരുന്നത്. ഇന്റഗ്രേറ്റഡ് ഡിഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി പ്ലസ് ഡിപ്ലോമ. നമുക്ക് 3 വർഷം കൊണ്ട് ഡിഗ്രിയും പഠിക്കാം, ഡിപ്ലോമയും പഠിക്കാം. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ജോലിയിലോട്ട് പോകാനും പറ്റും. അതായത് പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി തന്റെ 18-ാം വയസ്സിൽ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പഠിക്കാൻ വന്നു. അവൻ ആ ടൈമിൽ അത് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 21-ാമത്തെ വയസ്സിൽ അവന് പഠിച്ചിറങ്ങാം. അതേപോലെ തന്നെ ജോലിയിലും കയറാം. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഡയറക്റ്റ് തന്നെ പ്ലേസ്മെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. 130 കോടി ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവര് പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ, ഒന്നെങ്കിൽ നാട് വിട്ടുപോന്നു മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരാവുന്നു, അതല്ല എങ്കിൽ ദുബായ് പോലുള്ള കൺട്രികളിൽ ജോലി ചെയ്യുന്നു. അവര് നമ്മുടെ നാട്ടിലെ ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിയുന്നില്ല. നമ്മളൊന്ന് തിരിച്ചറിയാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി സാധ്യത ഉണ്ടാവും. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രിയും ഡിപ്ലോമയും, ഡിപ്ലോമ എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലാണ്. ആ തൊഴില് നമ്മൾ പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ നമ്മൾ ക്വാളിഫിക്കേഷനായ ഡിഗ്രിയും കിട്ടുന്നു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിലും നമുക്ക് തന്നെ ചെയ്യാനും പറ്റും. നമുക്ക് നമ്മുടെ പേരൻസിന്റെ, നമ്മുടെ ബന്ധുക്കളുടെ, നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാനും പറ്റും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ യാഥാർത്ഥ്യം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് കെയറിന്റെ ബിസിനസ് മാത്രമേ കൂടാൻ പോകുന്നുള്ളൂ. ഇനിയും നമുക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രീസിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് BCA എന്ന ഡിഗ്രിയോടൊപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാക്ക് ഡെവലപ്മെന്റ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അങ്ങനെ കുറെ ആഡ് ഓൺ കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഡിപ്ലോമ കോഴ്സായിട്ട്. അതിനുശേഷം BBAയോടൊപ്പം നമുക്ക് ഏവിയേഷൻ മാനേജ്മെന്റ്, അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ കുറെ ആഡ് ഓൺ കോഴ്സുകൾ നമുക്ക് പഠിക്കാം. അതിനുശേഷം ബികോമിനോടൊപ്പം നമുക്ക് ഇതേ ലോജിസ്റ്റിക്സ് പഠിക്കാം. അതേപോലെ തന്നെ ACCA, CMA തുടങ്ങിയ കോഴ്സുകളും പഠിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഡിഗ്രിയോടൊപ്പം പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലോട്ട് എത്തിപ്പെടാനും സാധിക്കുന്നുണ്ട്. ഈ ഓരോ കോഴ്സിന്റെ ക്വാളിഫിക്കേഷനും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും വരും വീഡിയോസിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് ഈ ഇന്റഗ്രേറ്റഡ് ഡിഗ്രീസിനെ പറ്റിയോ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലും നിങ്ങളുടെ റിപ്ലൈകൾ തരാൻ പറ്റും. നിങ്ങളുടെ സജഷൻസും ഞാൻ സ്വീകരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.